അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണാലും രണ്ട് കാലിൽ നിൽക്കും എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് കാലിൽ പോയിട്ട് ഒരു കാലിൽ പോലും നിൽക്കാൻ പറ്റില്ല എന്ന്. കാരണം അത്രയ്ക്കും ദേഹവേദന ഉണ്ടായിരുന്നു കേട്ടോ. കാല് നിലത്ത് കുത്താൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഓർമ്മ വന്നത്, നമുക്ക് വയ്യാതായാലേ ലോകം തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും നമ്മുടെ സ്കൂള് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കും കേട്ടോ. അപ്പോൾ അവരെ പറഞ്ഞയക്കണം. അങ്ങനെ ആ ഒരു അവസ്ഥയിലും പിച്ച് വെച്ച് കുട്ടികളെ സ്കൂളിൽ വിട്ട ഒരു കഥയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കറക്റ്റ് 7:30 മണിക്ക് തന്നെ സാക്ഷാൽ ചീഫ് ഗസ്റ്റ് മദ്രസയിൽ നിന്നും വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ വന്നതോടെ എൻ്റെ ദേഹം വേദനയൊക്കെ പകുതി പമ്പ കിടന്നു. കാരണം ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധമാണ്. അപ്പോൾ ദാ സമയം 7:30 കഴിഞ്ഞു. ഇനി ഒട്ടും സമയമില്ല. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് എത്ര വയ്യെങ്കിലും അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. കാലിലെ വേദനയൊക്കെ തൽക്കാലം അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ദാ രാവിലത്തെ പണികളിലേക്ക് കിടക്കാമെന്ന് കരുതി. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മിന്നൽ പ്രകടനമാണ് കേട്ടോ. അടുക്കളയിൽ പോയി ചോറിനുള്ള അരി ഇട്ടിട്ട് ഇതാ ഞാൻ ഓടി വന്നിരിക്കുകയാണ്. അരി വേകുന്ന നേരം കൊണ്ട് അമ്മായിയമ്മയെ വിളിക്കാമെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ അമ്മായിയമ്മയല്ല, എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന മോളെയാണ് വിളിക്കാൻ വന്നത്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് കേട്ടോ. ഞാൻ ഇവിടെ കടന്ന് തൊണ്ട പൊട്ടി വിളിച്ചിട്ടോ പക്ഷെ ഇതാ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു, അല്ലാതെ എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. അമ്മയ്ക്ക് ഇവിടെ പ്രാണവേദന, മോൾക്ക് അവിടെ സുഖനിദ്ര. മോൾ അവിടെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കട്ടെ. കുംഭകർണി തൽക്കാലം അവിടെ വിട്ട് ബാക്കി ജോലികളൊക്കെ ഞാൻ ചെയ്യാൻ പോയി. അങ്ങനെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ വയ്യാത്ത അവസ്ഥയിലും 2-3 പേർക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, നല്ല മഞ്ഞ നിറത്തിലുള്ള ലെമൺ റൈസും കൂടെ ഇതാ ചോരച്ചോപ്പുള്ള ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ട്. മഞ്ഞയും ചുവപ്പും കോമ്പിനേഷൻ കണ്ട് കുട്ടികൾ ഇന്ന് സ്കൂളിൽ ചെന്ന് ബോക്സ് തുറക്കുമ്പോൾ കണ്ണ് തള്ളാതിരുന്നാൽ മതിയായിരുന്നു റബ്ബേ. അങ്ങനെ ഒരുവിധം ബോക്സുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇതാ കണ്ടോ, എൻ്റെ പട്ടാളക്കാർ 2 പേര് സ്കൂളിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ആന പോകുന്ന വഴിക്ക് വാല് എന്ന് പറഞ്ഞ പോലെ മൂത്തവൻ എന്താ സൈക്കിളും ചവിട്ടി മുന്നിൽ പോകുന്നുണ്ട്. അവൻ്റെ പുറകെ രണ്ടാമനെ കൂട്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡും വണ്ടിയിൽ പോകുന്നുണ്ട് കേട്ടോ. 2 പേരെയും 2 വഴിക്ക് പാസ്സാക്കി വിട്ടു. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ പകുതി ദേഹവേദന അങ്ങോട്ട് മാറിക്കിട്ടി. ഇനിയിപ്പോൾ ആ കുംഭകർണീനൊന്ന് ഉണർത്തണം. അങ്ങനെ അവരെ വിട്ട് ഞാൻ നേരെ വന്നത് മോളുടെ അടുത്തേക്കാണ് കേട്ടോ. എഴുന്നേറ്റപ്പോൾ ചെറുതായിട്ടൊന്ന് പിണങ്ങി കരഞ്ഞെങ്കിലും പിന്നീട് അത് ശരിയാക്കാൻ എൻ്റെ കയ്യിൽ വഴിയുണ്ടല്ലോ. അങ്ങനെ ഒടുവിൽ ഞാനും വിട്ടുകൊടുത്തില്ല. അവളെ സമാധാനിപ്പിച്ച് കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പിയാക്കിയിട്ട് ദാ യൂണിഫോമിൽ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ VIP-ൻ്റെ മേക്ക് ഓവർ സീനുകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ എനിക്ക് എത്ര വയ്യെങ്കിലും മോളെ സുന്ദരിയാക്കാൻ എനിക്കൊരു മടിയില്ല. ഇതാദ്യം തന്നെ ആ കുഞ്ഞു കാലുകളിലേക്ക് സോക്സ് കയറ്റി, പിന്നെ അതാ മുടിയൊക്കെ ചീകി ഒതുക്കി ഒരു വഴിക്കാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് സൗന്ദര്യ പിണക്കാണ് ഫ്രണ്ട്സ്. കണ്ണെഴുതാനും പൗഡർ ഇടാനും ഒക്കെ കക്ഷിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഒരു വിധം അതും കൂടി ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം 9 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കൂടെ കൊടുത്ത് റെഡിയാക്കണം. രാവിലെ 1 മണിക്കൂർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തൊരു ഫീലാണ് എനിക്കിപ്പോൾ. ഇന്നത്തെ സ്പെഷ്യൽ ഹെൽത്തി ഗോതമ്പ് റവ ഉപ്മാവാണ് കേട്ടോ. മോൾക്ക് അതത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അവളെ നിർബന്ധിച്ച് അത് കഴിപ്പിക്കുന്ന സമയത്ത് ദാ ബാക്ക്ഗ്രൗണ്ടിലെ എൻ്റെ ഹസ്ബൻഡ് അവൾക്കുള്ള സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നാണ് കക്ഷി. അങ്ങനെ ഒരു വശത്ത് ഉപ്പുമാവ് കൊടുക്കലും മറുവശത്ത് സ്നാക്സ് പാക്കിങ്ങും തകൃതിയായിട്ട് നടന്നു വരുന്നുണ്ട്. മോനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് ഓടി പിടഞ്ഞ് വന്നിറക്കാണ് കേട്ടോ പാവം. അപ്പോൾ ഇനിയിപ്പോൾ ഇവളെയും കൊണ്ട് ഒരിക്കൽ കൂടി അതേ സ്കൂളിലേക്ക് പോകണം. അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ രാജകുമാരി റെഡിയായി ഫ്രണ്ട്സ്. സ്കൂളിലേക്ക് പോകാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കക്ഷിക്ക്. അപ്പോഴാണ് ഞാൻ നമ്മുടെ ചെടിയിൽ വിരിഞ്ഞ പൂവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. ആ ഒരൊറ്റ വാക്കിൽ കക്ഷിയുടെ മൂടൊക്കെ അങ്ങോട്ട് മാറിപ്പോയി. ഓടിപ്പോയി പൂവിനെ നോക്കുന്ന സന്തോഷം കണ്ട രാവിലെ മുതലുണ്ടായിരുന്ന കരച്ചിലും പിണക്കവും ഒക്കെ മാറി ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് കക്ഷി സ്കൂളിലേക്ക് പോകുന്നത്. ഈ ഒരൊറ്റ ചിരി മതിയായിരുന്നു രാവിലെ എനിക്കുണ്ടായ എല്ലാ കഷ്ടപ്പാടും മറക്കാൻ. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും എത്ര ടെൻഷനിലാണെങ്കിലും രാവിലെ നമ്മുടെ മക്കളെ കുറച്ചെങ്കിലും ഒന്ന് സന്തോഷിപ്പിച്ച്
അവരെ ഒന്ന് ചിരിപ്പിച്ച് അവരുടെ ആ മൂഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്കൂളിലേക്ക് വിടാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ അവർക്ക് അതൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെ തന്നെ അവരുടെ ആ ദിവസം മുഴുവനും നന്നായിരിക്കാനും അത് അവരെ സഹായിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.